നോമ്പ് തുറക്കുന്ന സമയത്തും ഈ ഒരു പൊള്ളുന്ന ചൂടിലും നമ്മുടെയൊക്കെ ദാഹവും ക്ഷീണമൊക്കെ മാറ്റിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ റാഗി ഒരു ബൗളിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ എത്രത്തോളം ആൾക്കാരുണ്ടോ അതിനനുസരിച്ച് റാഗിയുടെ അളവ് കൂട്ടിക്കോളൂ കേട്ടോ. നമ്മളവിടെ റാഗി എന്നൊക്കെ പറയും. പഞ്ഞപ്പുല്ല്, ചൊളാണ്ടി, മുത്താറി എന്നറിയപ്പെടുന്ന ഈ ഒരു എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. സംഭവം ചെറുതാണെങ്കിലും അതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മളിത് കുതിർത്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും. ഒന്നുകൂടിയും ആരോഗ്യ ഗുണവും കുതിർക്കുമ്പോഴാണ് കേട്ടോ. നന്നായിട്ടൊന്ന് കുതിർത്ത് കഴുകി വൃത്തിയാക്കി മിക്സിയുടെ ജാറിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇതുപോലെ ഇനി അരച്ച് റെഡിയാക്കാൻ ഇഷ്ടമല്ലെങ്കിൽ റാഗിയുടെ പൗഡർ വാങ്ങാൻ കിട്ടും. അപ്പം ബെറ്റർ എന്ന് പറയുന്നത് ഇതുപോലെ നമ്മൾ വീട്ടിൽ റെഡിയാക്കുമ്പോഴാണ് ഒന്നുകൂടി നല്ലത്. അപ്പോൾ പൊടിയൊക്കെ പൊടിച്ച് വെച്ചതുണ്ടെങ്കിൽ അത് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ട് അരച്ചെടുക്കുക. ആദ്യം കുറച്ച് വെള്ളത്തിൽ അരച്ചെടുക്കുക, എങ്കിൽ മാത്രമേ അരഞ്ഞ് കിട്ടുള്ളൂ. നമ്മൾ ഒത്തിരി ഒന്നും എടുത്തിട്ടില്ലല്ലോ. പിന്നെ നമുക്കൊരു ഗ്ലാസ് വെള്ളം കൂടിയും ചേർത്തിട്ട് ഫൈനായിട്ട് ഇങ്ങോട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ. നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളാരും മറക്കരുത്. ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. പഞ്ചസാര ഒട്ടും ചേർക്കാതെയാണ് നമ്മളിത് റെഡിയാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷുഗർ ഉള്ളവർക്കും വെയ്റ്റ് ലോസൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ്. നമ്മളിത് അരച്ച ശേഷം അരിപ്പ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തിട്ട് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. തീ ഒരുപാടങ്ങ് ഫ്ലെയിമൊക്കെ കൂട്ടി വെച്ച് വേവിച്ചെടുക്കരുത്. നല്ല രീതിയിൽ ഇത് വെന്ത് വരട്ടെ. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ കഴിക്കാവുന്നൊരു ഡ്രിങ്കാണ് കേട്ടോ. നമ്മുടെയൊക്കെ വീട്ടിൽ കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊക്കെ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഫ്രൂട്ട്സിനൊക്കെ വില കൂടി വരികയാണല്ലോ. ഈ ഒരു സമയത്ത് ഡെയിലി വാങ്ങാനൊന്നും കഴിയില്ല. അപ്പോൾ ഇതുപോലെയൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസൊക്കെ റെഡിയാക്കാം. നന്നായിട്ട് വെന്ത് അതിൻ്റെ കളർ ചേഞ്ചായി വരുന്നത് കണ്ടല്ലോ. കുറഞ്ഞ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതന്നെ ഉണ്ടാവും കേട്ടോ. ഈ ഒരു 2 ടേബിൾ സ്പൂൺ റാഗി തന്നെ ഉണ്ടാവും. അത്യാവശ്യം കൂടുതൽ ഡ്രിങ്ക് ഉണ്ടാക്കാൻ തന്നെ. വലിയൊരു വിലയൊന്നുമില്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കുടിക്കാനും. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. കളറൊക്കെ നല്ല രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ട്. ചൂടാറി വന്നതിന് ശേഷം ഇത് നമ്മൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നേരെ മിക്സിയുടെ ജാറിലോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു ജ്യൂസിലോട്ട് നമ്മൾ കളറോ കാര്യങ്ങളോ ഒന്നുമല്ല ചേർക്കുന്നത്. നമ്മൾ ക്യാരറ്റാണ് കേട്ടോ ചേർക്കുന്നത്. 1-2 ക്യാരറ്റ് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. കുറഞ്ഞ വെള്ളത്തിൽ വേവിച്ചെടുത്താൽ മതി. അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കൂടെ മധുരത്തിന് ആവശ്യത്തിന് ഈന്തപ്പഴം ചേർക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറിനും ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് ഏലക്കായ ചേർക്കുന്നുണ്ട്. 3-4 ചേർക്കാം. അതുപോലെ തന്നെ ടേസ്റ്റിനായിട്ടൊരു 4-5 അണ്ടിപ്പരിപ്പും നല്ല തണുത്ത പാല് കുറച്ച് ചേർത്താൽ മതി ഈ ഒരു സമയത്ത്. എങ്കിൽ മാത്രമേ ക്യാരറ്റും ആ ഒരു ഈന്തപ്പഴമൊക്കെ നന്നായിട്ട് ജ്യൂസി ആയിട്ട് അരഞ്ഞ് കിട്ടുള്ളൂ. നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഞാനിതായത് ബൗളിലോട്ടൊന്ന് മാറ്റി കൊടുക്കുകയാണ്. കണ്ടല്ലോ അതിൻ്റെ ഒരു കളറ്. കാണുമ്പോൾ തന്നെ എടുത്ത് കുടിക്കാൻ തോന്നും. രുചിയും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആ ഒരു ഏലക്കയുടെ ഫ്ലേവറാണ് മുന്നോട്ട് നിൽക്കുക. നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെയൊക്കെ ശരീരത്തെ തണുപ്പിക്കാനുള്ളൊരു കഴിവ് റാഗിക്കുണ്ട്. അപ്പോൾ ഈ ഒരു ചൂടത്തൊക്കെ ഇത് കുടിക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. അതുപോലെ തന്നെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോളൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ നോമ്പ് തുറക്കുന്ന സമയത്ത് കുടിക്കാൻ പറ്റിയൊരു ഹെൽത്തി ഡ്രിങ്ക് കൂടിയാണിത്. കണ്ടല്ലോ. ബാക്കിയുള്ള പാലും കൂടി നമ്മളിതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് സെറ്റാക്കി എടുക്കുകയാണ്. ഇപ്പോൾ ചിലർക്ക് ഒരുപാട് ടൈറ്റ് ഉണ്ടായാൽ കുടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളമോ പാലോ ചേർത്തിട്ട് ലൂസാക്കി എടുക്കാം. കൂടെ നമുക്ക് കുറച്ച് കൂടുതൽ തന്നെ ഐസ് ക്യൂബും കൂടി ചേർക്കാം.
പിന്നെ ഞാനിത് അവിടെ കുറച്ച് ചിയാ സീഡാണ് കേട്ടോ കുതിർത്തെടുത്തത്. അപ്പോൾ ഒരു പാക്കറ്റൊക്കെ നമ്മൾ വാങ്ങി വെക്കുകയാണെങ്കിൽ കുറേശ്ശെ എടുക്കുമ്പോൾ നമുക്ക് നോമ്പ് കഴിയും വരെ ഉണ്ടാവും. ചിയാ സീഡിനും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. ക്ഷീണം മാറാനും ഒക്കെ വളരെ നല്ലതാണ്. ഇനി എല്ലാം കൂടി നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി കേട്ടോ. സിമ്പിളല്ല പരിപാടി, നല്ല രുചിയാണ് കേട്ടോ ഇത് കുടിക്കാൻ. അതിലുപരി ഒത്തിരി ആരോഗ്യ ഗുണങ്ങളും കിട്ടും. ഐസൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കട്ടോ. അതുപോലെ ഐസ് ക്യൂബ് ഇടാൻ താല്പര്യമില്ലാത്തവർക്ക് തണുപ്പിച്ചിട്ടും കുടിക്കാം. അപ്പോൾ തന്നെ എന്ത് ചെയ്യും ഞങ്ങൾ ഇപ്പം തന്നെ കുറച്ച് റാഗിയൊക്കെ ഉണ്ടെങ്കിൽ കുതിർത്തെടുത്തോളൂ. ഇന്ന് നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്കൊരു ഹെൽത്തി ഡ്രിങ്ക് തന്നെ റെഡിയാക്കാം. പലരും ജ്യൂസിലൊക്കെ മധുരം ചേർത്ത് കഴിക്കണമല്ലോ എന്നൊക്കെ കരുതിയിട്ട് പലരും അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ. അപ്പോൾ ഈന്തപ്പഴവും റാഗി ഒക്കെ വെച്ചിട്ട് ക്യാരറ്റൊക്കെ വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് നിങ്ങളും റെഡിയാക്കാം. എന്തായാലും ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. നമ്മുടെ ഈ ഒരു ഹെൽത്തി ഡ്രിങ്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കും നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. നല്ല തണുപ്പിച്ചെടുത്തുകൊണ്ട് തന്നെ ഇത് കുടിക്കാനും നല്ല രുചി തന്നെയാണ് കേട്ടോ. ഞാനിതിൽ അണ്ടിപ്പരിപ്പ് ചേർത്ത് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. അതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നല്ല രുചിയുണ്ട്. അപ്പോൾ നമ്മളെ ഹെൽത്തി സൂപ്പർ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കളറ് കാണുമ്പോൾ തന്നെ നമുക്ക് കുടിക്കാൻ തോന്നും. നമ്മൾ ചേർത്തിട്ടുള്ള ക്യാരറ്റിൻ്റെ ആ ഒരു നല്ല കളറാണ് ഈ ഒരു ഡ്രിങ്ക്. അപ്പോൾ പലരും കുട്ടികളൊക്കെ കുടിക്കുമെന്ന് ചോദിക്കും. കുട്ടികളൊക്കെ ഇഷ്ടത്തോടു കൂടി തന്നെ വലിച്ച് കുടിക്കും. നമ്മൾ ഈന്തപ്പഴം ചേർത്തുകൊണ്ട് തന്നെ കുറച്ച് മധുരമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്തിട്ടും ഇത് റെഡിയാക്കട്ടോ. സംഭവം അടിപൊളിയാണ് കേട്ടോ. കാണുന്നത് പോലെ തന്നെ കുടിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. റാഗിയുടെ ഫ്ലേവറൊന്നുമല്ല, നമ്മൾ ഏലക്ക ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഏലക്കായുടെ ആ ഒരു നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ ഒരു ഡ്രിങ്കിന്. ഒരുപാട് കട്ടിയിലൊന്നുമില്ല, കണ്ടല്ലോ. കട്ടി നല്ല കുറച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുത്തത്. കട്ടി ഉണ്ടാകുമ്പോൾ നമുക്ക് ആ ഒരു നോമ്പ് തുറക്കുന്ന സമയത്തൊന്നും അങ്ങ് കുടിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരുപാട് ടൈറ്റ് ആക്കാതെ ഒരു ലൂസായിട്ട് ഇതുപോലെ കലക്കിയെടുക്കുകയാണെങ്കിൽ ഒറ്റ വലിക്ക് തന്നെ നമുക്ക് 1-2 ഗ്ലാസ്സൊക്കെ നമ്മൾ കുടിച്ച് തീർക്കും. അതുപോലെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ട്. ഈ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഹെൽത്തി വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാവരും കാണട്ടെ, റെഡിയാക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.